നമസ്കാരം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF സർക്കാർ അധികാരമേറ്റിട്ട് ഒരു വർഷം. ഭരണ തുടർച്ച എന്ന ചരിത്ര നേട്ടം, 200 ദിന കർമ്മ പരിപാടികൾ, പ്രകടന പത്രികയുടെ പുരോഗതി വിലയിരുത്താനുള്ള ആർജവം, തൊഴിലവസരങ്ങൾ എണ്ണിപ്പറയാനുള്ള തന്റേടം, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ചുവടുവെപ്പിൽ അഭിമാനം, ദേശീയപാതയും K-ഫോണും നേട്ടങ്ങൾ, പ്രോഗ്രസ് കാർഡ് ജൂൺ 2 പൊതുസമക്ഷം. മറുവശത്ത് മുട്ടിൽ മുല്ലപ്പെരിയാർ മരമുറിയിൽ തുടങ്ങിയ വിവാദങ്ങൾ, ഗവർണറുമായി ദീർഘങ്ങളായ ഏറ്റുമുട്ടലുകൾ, മന്ത്രി ആർ ബിന്ദുവിന്റെ VC നിയമന ശുപാർശ, ആളിപ്പടർന്ന് ലോകായുക്ത നിയമ ഭേദഗതി, നയപ്രഖ്യാപനത്തിന്റെ തലേന്നത്തെ കോലാഹലങ്ങൾ, KR ജ്യോതിലാലിന്റെ ബലി, പിന്നെ കേരയിൽ KSRTC, തദ്ദേശ ഫലം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്ന 6 മണിക്ക് മുഖ്യമന്ത്രി, ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ഗതി കാത്തിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്, കൈവിരലിൽ എണ്ണിയെടുക്കാവുന്ന നാളുകൾക്കപ്പുറം തൃക്കാക്കര തിരഞ്ഞെടുപ്പ്. രണ്ടാം വർഷം എങ്ങനെ? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം അതിഥികൾ, CPM-ൽ നിന്ന് ശ്രീ KS അരുൺകുമാർ, BJP-യിൽ നിന്ന് ശ്രീ VV രാജേഷ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ആദ്യം ശ്രീ അരുൺകുമാർ, ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ഒരു സർക്കാർ രണ്ടാം ഊഴത്തിലാണെങ്കിൽ പോലും ഒരു വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത്. ഞങ്ങൾ വരുത്തിയിരിക്കുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പരിണിത ഫലങ്ങളോ അതിൻ്റെ പ്രതിഷേധങ്ങളോ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് എന്ന് ഒരു കണക്ക് പറച്ചിലിന് അല്ലെങ്കിൽ എണ്ണിപ്പറച്ചിലിന് ഒരു സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നിലാണ്. ജൂൺ 2 പ്രോഗ്രസ് കാർഡ് പൊതുജന സമക്ഷം മുന്നോട്ട് വെക്കുമെന്ന് പറയുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം CPM-ന് ആത്മവിശ്വാസം നൽകുന്നതാണോ അതോ ഒരു പരീക്ഷണമാണോ? പൂർണ്ണമായും ഒന്നാം പിണറായി സർക്കാർ 600 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. ആ 600 കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിച്ചു എന്നതാണ് ആ ഗവൺമെന്റിന് ജനങ്ങൾ കൂടുതൽ അംഗീകാരം നൽകാനുണ്ടായിട്ടുള്ള കാരണം. രണ്ടാം പിണറായി സർക്കാരും തെരഞ്ഞെടുപ്പിന് മുൻപേ 900 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. ഈ പ്രകടന പത്രിക ഏകപക്ഷീയമായി LDF തന്നെ തയ്യാറാക്കിയായിരുന്നില്ല, മറിച്ച് 14 ജില്ലകളിലും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സഞ്ചരിച്ച് കലാ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, നവോത്ഥാന, വ്യവസായ രംഗത്തെ പ്രമുഖരെ വിളിച്ചുകൂട്ടി ഒരു നവകേരള സൃഷ്ടിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ എല്ലാം നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ 600 കാര്യങ്ങളും രണ്ടാം ഘട്ടത്തിൽ 900 കാര്യങ്ങളും തയ്യാറാക്കിയത്. ആ പ്രകടന പത്രികയാണ് ജനസമക്ഷം അവതരിപ്പിച്ചത്. ആ പ്രകടന പത്രികയ്ക്കാണ് ജനങ്ങൾ 2 വട്ടമായി അംഗീകാരം നൽകുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ നമുക്ക് ഓഖി ദുരന്തം, നിപ വൈറസ്, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം എന്നിങ്ങനെ വളരെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും 100 ദിന കർമ്മ പദ്ധതികൾ 2 തവണയായി നടത്തി. ഇന്ന് രണ്ടാം 100 ദിന കർമ്മ പദ്ധതിയുടെ പൂർത്തീകരണ ദിവസമാണ്. കൃത്യമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്, വസ്തുതകൾ നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് പാർപ്പിട പദ്ധതി ആദ്യ പിണറായി സർക്കാർ 2,62,131 പേർക്ക് വീട് കൊടുത്തു. ഈ രണ്ടാം പിണറായി സർക്കാർ ഒരു കൊല്ലം കൊണ്ട് 32,875 വീടുകൾ പൂർത്തീകരിച്ച് മൊത്തത്തിൽ അത് 2,95,000 വീട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 3 ലക്ഷത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പുനഗ്രഹം പദ്ധതിയുടെ ഭാഗമായി 103 വീട് പൂർത്തീകരിച്ച് കൈമാറി, 276 ഫ്ളാറ്റുകൾ കൈമാറി. ഇപ്പോൾ 114 ഫ്ളാറ്റുകളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ 784 ഫ്ളാറ്റുകളും 121 പുതിയ വീടുകളുടെയും നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ ആവശ്യം അവരുടെ ഭൂമിക്ക് പട്ടയം എന്നതാണ്. 15,000 പട്ടയം ഒരു വർഷം കൊണ്ട് കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. ആ 15,000 പൂർത്തീകരിച്ച് 33,530 പട്ടയം കൂടി കൂടുതൽ കൊടുത്തു. മൊത്തം 47,030. അതായത് 6 വർഷം കൊണ്ട് ഏകദേശം 2 ലക്ഷത്തോളം പേർക്ക് പട്ടയം കൊടുത്ത ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറി. അതുപോലെ K-ഫോൺ പദ്ധതി, ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി 6 മണി മുതൽ ഏതാണ്ട് 1 മണിക്കൂർ സമയം സർക്കാരിന്റെ ഈ നേട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. നമ്മൾ ഇതിനെ ആവർത്തിച്ചാൽ നമുക്ക് സമയം നഷ്ടമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാം. ഈ രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അതായത് സാമ്പത്തിക മേഖലയിൽ അടക്കമുള്ള വലിയ പ്രതിസന്ധിയാണ് പ്രതിപക്ഷ നേതാവടക്കം അതിന് സമാന്തരമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്. അതിലെന്താണ് മറുപടി?
സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ അത്ര മുന്നിലുള്ള സംസ്ഥാനമൊന്നുമല്ല, 9ാം സ്ഥാനത്താണ്. 28 സംസ്ഥാനങ്ങളുള്ളതിൽ 9ാം സ്ഥാനം എന്നുള്ളത് അത്ര മെച്ചപ്പെട്ട സ്ഥാനമല്ല എന്ന് നമുക്കറിയാം. ഉത്തർപ്രദേശാണ് ഏറ്റവും മുന്നിൽ, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എല്ലാം കേരളത്തിനേക്കാൾ മുന്നിലാണ്. പ്രത്യേകിച്ച് ഈ GST നടപ്പാക്കിയ കാലഘട്ടത്തിൽ നമുക്ക് നേരിട്ട് നികുതി പിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം മദ്യത്തിൻ്റെ നികുതി, പെട്രോളിൻ്റെ നികുതി, രജിസ്ട്രേഷൻ്റെ നികുതി, അങ്ങനെ 3 ഇനങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നികുതി വരുമാനത്തിൻ്റെ സ്രോതസ്. ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നികുതി പിരിവിൽ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. കടമെടുക്കാനുള്ള സ്രോതസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എടുക്കുന്ന നികുതികളടക്കം, പ്രത്യേകിച്ച് കിഫ്ബി അടക്കമുള്ള നികുതികളടക്കം, അവരെടുക്കുന്ന കടം കൃത്യമായി സംസ്ഥാന ഗവൺമെന്റിന്റെ കടമായി കണക്ക് കൂട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിരവധി ചർച്ചകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കടമെടുക്കുന്ന പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വന്ന മാറ്റം എല്ലാം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. ഏതായാലും രാജ്യത്ത് ഇപ്പം നാണയപ്പെരുപ്പത്തിന്റെ വിഷയമുണ്ട്. ഏറ്റവും അവസാനം ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയുണ്ട്. GST കൗൺസിലിന് ശുപാർശ ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ എന്നുള്ള. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ ഒരു വിലങ്ങുതടിയല്ല, സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വിലങ്ങുതടിയല്ല, അടിസ്ഥാന വികസന രംഗത്ത് ഗവൺമെന്റ് നടത്തുന്ന പദ്ധതികൾക്കും ഒരു വിലങ്ങുതടിയല്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ വ്യക്തമാക്കിയ ഒരു നയമാണ് കടമെടുത്തായാലും കരുതൽ എന്നുള്ളത്. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും സാമ്പത്തിക പ്രശ്നത്തിൽ തന്നെയാണല്ലോ. കേരളം അങ്ങനെ ഏറ്റവും മുന്നിലുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമൊന്നും അല്ലല്ലോ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആണെങ്കിലും നമ്മുടെ പാനലിസ്റ്റ് ആണെങ്കിലും ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് കേരളം വലിയ സാമ്പത്തിക ആഘാതത്തിലാണ്, അടിത്തറ തെറ്റിയ അവസ്ഥയിലാണ് എന്ന് ആരോപിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ആ പോയിന്റ്സ്? അല്ല, ഒരു വർഷത്തെ പൊതുവായ ചർച്ചയാണോ സാമ്പത്തികത്തിന്റെ മാത്രം ചർച്ചയാണോ എന്നത് താങ്കളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും എനിക്ക് ചോദിക്കാൻ ശരി 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 ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ സാമ്പത്തികം മാത്രം എടുക്കുകയാണെങ്കിൽ എന്താ കേരളത്തിൻ്റെ അവസ്ഥ? ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന 30-ാം തീയതി, മാർച്ച് 30-ാം തീയതി കേരളത്തിലെ എല്ലാ സൈറ്റുകളും, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സൈറ്റുകളെല്ലാം ബില്ലുമാറലുമായിട്ട് ബന്ധപ്പെട്ട് ക്ലോസ് ചെയ്തു. സാധാരണ 31-ാം തീയതിയാണ് ക്ലോസ് ചെയ്യാറുള്ളത്. 5 മണിക്ക് ശേഷവും ബില്ലുകൾ എടുക്കാറുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വയ്ക്കുകയാണ്. അതായത് ഒരു ദിവസമെങ്കിലും വൈകിയാൽ അത്രയും ആശ്വാസം എന്നാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയം. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ബില്ല് മാറണമെങ്കിൽ ട്രഷറിക്ക് ധനകാര്യ വകുപ്പിൻ്റെ സ്പെഷ്യൽ ഓർഡർ ഉണ്ട് എങ്കിൽ, പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അടുത്ത മാസത്തേക്ക് ശമ്പളം കൊടുക്കുവാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല എന്ന പ്രസ്താവന ആദ്യം പറയുകയും പിന്നീട് അത് വിവാദമായപ്പോൾ തിരുത്തി ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചതെന്ന് പറയുകയും ചെയ്ത മന്ത്രിയുടെ പേര് ധനകാര്യ വകുപ്പ് മന്ത്രി എന്നാണ്. അപ്പോൾ ഇവർ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയാകെ ഭദ്രമാണ് എന്ന് പറയുമ്പോൾ ഇവരാദ്യം മറുപടി കൊടുക്കേണ്ടുന്നത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പിനാണ്. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം PR എക്സസൈസുകളിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ എന്തോ മെച്ചപ്പെട്ട വകുപ്പുകളാണ് എന്ന തെറ്റിദ്ധാരണ സൃഷ്ടിച്ച വകുപ്പുകൾ ഒന്ന് ധനകാര്യ വകുപ്പും രണ്ടാമത്തത് ആരോഗ്യ വകുപ്പുമായിരുന്നു. അന്നും ഇന്നും ആഭ്യന്തര വകുപ്പിന് എത്രയൊക്കെ PR ചെയ്തിട്ടും ഒരു കൊള്ളരുതാത്ത വകുപ്പാണ് എന്ന പൊതുസമൂഹത്തിനിടയിൽ അഭിപ്രായം അതേപടി തന്നെ നിലനിൽക്കുന്നതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ എന്താണ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള സോഴ്സുകൾ, എങ്ങനെയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ കിഫ്ബി ആണ് ഇവർ പറയുന്ന എല്ലാത്തിനുമുള്ള ഉത്തരം. കിഫ്ബിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ, കിഫ്ബി 57,000 കോടി രൂപയുടെ പണികളാണ് കരാറുകാർക്ക് നൽകിയത്. അതിനകത്ത് കരാറുകാർക്ക് നൽകിയിരിക്കുന്ന തുകയെന്ന് പറയുന്നത് 4,364 കോടി രൂപ മാത്രമാണ്. അതായത് കിഫ്ബി വഴി കരാറുകാർക്ക് മാത്രം 52,636 കോടി രൂപ കുടിശ്ശികയായി കഴിഞ്ഞിരിക്കുന്നു. ഈ കിഫ്ബിയിലേക്കുള്ള പ്രധാനപ്പെട്ട വരുമാനമാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഡീസലിന് 84 രൂപയും പെട്രോളിന് 91 രൂപയും ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഇന്ന് 100 കടന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന അധിക വരുമാനം വേണ്ട എന്ന് വെക്കാനോ
അതുവഴി ജനങ്ങളെ സഹായിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. അപ്പോൾ ഇവർ പറയാൻ പോകുന്ന, ഇപ്പോൾ അരുൺകുമാർ പറയാൻ പോകുന്ന മറുപടി, ഞങ്ങൾ ശതമാനം കൂട്ടിയിട്ടില്ല, ഞങ്ങൾ ഇതിൻ്റെ ശതമാനം വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പം മാധു പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലേക്ക് പോകുമ്പോൾ ശതമാനം എണ്ണിയല്ല കൊടുക്കുന്നത്, രൂപ എണ്ണിയാണ് കൊടുക്കുന്നത്. രൂപ ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വർദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ നല്ല ശതമാനം ലാഭം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയിലെ അവസ്ഥയാണ് പറയുന്നത്. ഈ സർക്കാർ ഇനി പുതുതായിട്ട് ലോട്ടറികൾ കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. കാരണം പുതുതായിട്ട് സർക്കാരിൻ്റെ ഇൻകം ജനറേറ്റിങ്ങിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ലോട്ടറികൾ അടിക്കാൻ പോകുന്നു. ഈ മദ്യത്തിൻ്റെ വില ഇപ്പോഴുള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെയുള്ള ഇന്ധന നികുതിക്ക് മേലുള്ള ഒരു ആനുകൂല്യവും ഈ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്ന അതേ നയത്തിൽ തന്നെ ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാരിന്, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് എത്ര കോടി രൂപയായിരുന്നു കടമെന്നും ഇപ്പം എത്ര ലക്ഷം കോടി രൂപയാണ് കടമെന്നും നോക്കിയാൽ തന്നെ സാമ്പത്തിക മേഖലയിലെ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു വ്യക്തതയാകും. ഇനിയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് കിടക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ KSRTC രാഹുൽ, ഞാൻ രാഹുലിലേക്ക് തിരികെ വരാം. ശ്രീ VV രാജേഷ്, ഇന്ന് BJP ഈ രണ്ടാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധമൊക്കെ നടക്കുകയുണ്ടായി. കോൺഗ്രസ് അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കൊന്നും പോയില്ലെങ്കിലും BJP ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒന്നാം വർഷം ഇത്രത്തോളം പരാജയമാണെന്നും അത് പ്രതിഷേധിക്കേണ്ട ഒന്നാണെന്നും BJPക്ക് തോന്നിയത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരം ഏറ്റെടുത്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഞങ്ങളിന്ന് വളരെ വലിയൊരു സമരം, വളരെ വലിയ ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഞങ്ങൾ സംഘടിപ്പിച്ചത്. ആ സമരം ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോഴേക്കും ആ സമരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് വരാം. ഒരു വർഷം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഒരു വർഷം പിന്നിടുമ്പോഴേക്കും ഈ ചർച്ചയിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിരുന്നു. LDF-ഉം UDF-ഉം ഒക്കെ പറഞ്ഞിരുന്നു. ഞാൻ അതിൽ നിന്നും കുറച്ച് മാറിയിട്ടൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. CPM-ൻ്റെ പ്രവർത്തകരും പാനലിസ്റ്റും കേൾക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരുപാട് കാലമായിട്ട് നിരീക്ഷിക്കുന്നവർക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സമ്മേളനങ്ങളിലും കഴിഞ്ഞ കുറേ കാലമായി ചർച്ച സമ്മേളനത്തിൽ എന്ത് നടന്നാലും നടപ്പിലാക്കുന്നത് പ്രത്യയശാസ്ത്രമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല. പക്ഷേ അവരുടെ സമ്മേളനങ്ങളിൽ ഒരു പ്രത്യയശാസ്ത്ര ചർച്ച നടക്കുമായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനത്തിലും അവരുടെ പാർട്ടി കോൺഗ്രസ്സിലുമൊക്കെ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിന് തൊട്ട് മുമ്പ് നടന്ന അവരുടെ പാർട്ടി കോൺഗ്രസ്സിൽ പ്രത്യയശാസ്ത്രപരമായ ഒരു ചർച്ചയും നടന്നില്ല. അവിടെ നടന്ന ചർച്ച ഏതു തരത്തിലും തുടർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, 2026-ലും തുടർ ഭരണം പിടിക്കണം. അവിടെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും പരാജയം. അതായത് ആ പാർട്ടിയെ തന്നെ ആശയപരമായി അവരാക്കി മാറ്റിയ, ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവന്ന ആ പാർട്ടിയെ തന്നെ ആശയപരമായി തകർത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതായത് ഏതു തരത്തിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങി മുന്നോട്ട് പോകാൻ സകല ഘടകങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ള ചർച്ചയായിരുന്നു പാർട്ടി കോൺഗ്രസ്സിൽ നടന്നത് എന്നുള്ളതാണ് ഞാനിതിലേറ്റവും അപകടകരമായിട്ട് കാണുന്നൊരു വസ്തുത. അപ്പോൾ ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ തന്നെ തകർക്കാൻ പ്രേരണ കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അവിടെയാണ് കാതലായ കാര്യം. ഈ ഗവൺമെൻറ് നേരത്തെ ഇവിടെ LDF-ൻ്റെ പ്രതിനിധി ആദ്യം സംസാരിച്ചപ്പോൾ കുറേ കണക്കുകൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോഴേക്കും അവർക്ക് ആധികാരികമായിട്ട് അവർ തയ്യാറാക്കിയ കുറേ രേഖകളുണ്ടാവും. ഞാൻ ആ രേഖകളിലൊന്നും വച്ച് വാദപ്രതിവാദം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ധനകാര്യമന്ത്രി, നല്ല രാഷ്ട്രീയ പരിചയമുള്ള ധനകാര്യമന്ത്രി, അദ്ദേഹം ധനമാണല്ലോ, സാമ്പത്തികമാണല്ലോ മനുഷ്യജീവൻ്റെ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാന ഘടകം ലോകത്തെല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ധനകാര്യമന്ത്രിക്ക് ഒരു ഗവൺമെൻറ്റിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ധനകാര്യമന്ത്രി ഇത്രയും ദിവസം നടത്തിയിട്ടുള്ള പത്രപ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കടമെടുക്കുക, അതിനുള്ള പരിധി കൂട്ടണം, അല്ലെങ്കിൽ നേരത്തെ അനുവദിക്കണം, ഇത്ര കടം കിട്ടി, അത് ഇത്രയ്ക്ക് ആശ്വാസമായി, ഇക്കാര്യങ്ങളല്ലാതെ കഴിഞ്ഞ ഒരു വർഷമായി ഈ സംസ്ഥാനത്തിന് പുതുതായി വരുമാനം വരാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയോ ഒരു പ്രവർത്തനത്തെക്കുറിച്ചോ ഈ മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ കടമെടുക്കുവാൻ വേണ്ടി മാത്രമായിട്ടൊരു മന്ത്രി ഏറ്റവും കൂടുതൽ ആശ്വാസം കൊള്ളുന്നത് എവിടെയാണ്? അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അദ്ദേഹം ഒരുപക്ഷെ നിഷ്കളങ്കനായതുകൊണ്ടായിരിക്കാം അദ്ദേഹം തുറന്നു പറയാം, ശമ്പളം കൊടുക്കാൻ പറ്റി, അതൊരാശ്വാസമായി എന്ന് പറയുന്നൊരു മന്ത്രി. ഈ ഒരു ഗവൺമെൻറ്റിനെ വെച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മാതൃകാ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഗവൺമെൻറ് കടമെടുത്തു മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് ഈ ഭൂമിയിൽ, ഈ കേരള മണ്ണിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ജാമ്യം നിർത്തുകയാണ്.
അവരുടെ ഉൾപ്പെടെ വരാൻ പോകുന്ന ജീവിതത്തിന് നിങ്ങൾ വില പറയുന്ന ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞങ്ങളെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ഗവൺമെൻറ് 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 99 MLA-മാരുണ്ട്, 5 വർഷം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭരിക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട്. പക്ഷേ 5 വർഷം ഇത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ് ഭരണം പൂർത്തീകരിച്ചതിന് ശേഷം കേരളത്തിൻ്റെ അന്ന് ഒരുപക്ഷേ മുഖ്യമന്ത്രി അടുത്തത് ഈ മുഖ്യമന്ത്രി ആയിരിക്കില്ല, അടുത്തത് ഈ ധനകാര്യമന്ത്രി ആയിരിക്കില്ല, പക്ഷേ കേരളം ഈ കേരളമായിരിക്കും. ജനങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്. ഈ കേരളത്തിന് 5 വർഷം നിങ്ങൾ ഭരിച്ചതിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? താങ്കൾക്ക് പറയാമോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഇങ്ങോട്ട് പണം വാങ്ങുന്നു. പ്രളയം വന്നു കഴിഞ്ഞാൽ, കോവിഡ് വന്നു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ 1ാം വാർഷികാഘോഷത്തിന് ഒക്കെ തന്നെ പാവപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും അവർക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു വരുമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉന്തിത്തള്ളി മുന്നോട്ട് പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും തിട്ടൂരമുറക്കി ഇങ്ങോട്ട് പണം വാങ്ങുന്ന ഗവൺമെൻറ് നിങ്ങളുടെ പാർട്ടിയെയും കേരള മുഖ്യമന്ത്രിയെയും ഭയപ്പെട്ടുകൊണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളും പണം കൊടുക്കുന്നു. ബിജെപിയുടെ പ്രതിനിധി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഓരോ മാസവും കടമെടുക്കാൻ കഴിയുന്ന പരിധിയെക്കുറിച്ച് ആശ്വാസം കൊള്ളുന്ന, ശമ്പളം കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ് ആശ്വാസം കൊള്ളുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് സാമ്പത്തിക സുരക്ഷയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യം മാത്രമാണ് നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്തതെന്ന കാര്യം വി രാജേഷ് ഉന്നയിക്കുന്നു. അതിന് നിങ്ങൾക്ക് മറുപടി പറയാമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പക്ഷേ ശ്രീ വി രാജേഷ്, നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം 25 വർഷം കൂടി ഭരിക്കുന്ന കാര്യം കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു 25 വർഷം BJP ഭരിക്കുന്നതിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു സർക്കാരുകൾക്ക് അങ്ങനെ ചിന്തിക്കാം അല്ലേ? ഞാൻ രണ്ടായിട്ട് പറഞ്ഞത്. ശരി, ഗവൺമെന്റ് ചിന്തിച്ചോട്ടെ. ഇവരുടെ പാർട്ടിയിൽ പ്രത്യയശാസ്ത്രപരമായ ചർച്ചകൾ ഒന്നും തന്നെ നടക്കാതെ തുടർഭരണം എങ്ങനെ? ഒരിക്കലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൽ കൂടുതലും നടക്കേണ്ട പ്രത്യയശാസ്ത്രപരമായ ചർച്ചകളായിരുന്നു. ഇവിടെ നടന്നത് കണ്ണൂർ, ഞാൻ പറഞ്ഞത്, അതായത് ഒരു പാർട്ടിയുടെ ദേശീയ ഘടകം പോലും ഒരു ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പോക്കിനനുസരിച്ച് അടിയറ വച്ചിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പാർട്ടിയുടെ ദേശീയ ഘടകത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും. അതാണ് ഞാൻ ചർച്ച നടന്നു എന്നുള്ളത് അവർ പറയേണ്ട കാര്യമാണ്. മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കേട്ടില്ല, മാധ്യമ വാർത്തകൾ വഴി ഞങ്ങൾ കേട്ടില്ല. ശ്രീ അരുൺകുമാർ, ഈ 2 കാര്യങ്ങൾക്ക് മറുപടി പറയാം. പക്ഷേ ആ രാഷ്ട്രീയ ആരോപണം വളരെ ചുരുക്കി പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് ഏറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കടമെടുപ്പിന്റെ പരിധിയെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന നമുക്ക് സുരക്ഷിതത്വം ഉറപ്പ് നൽകാൻ കഴിയുമോ സാമ്പത്തിക മേഖലയിൽ? മധു, ഇവിടെ ഞാൻ സംസാരിച്ചത് കൃത്യമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അന്നേരം മാധു ഇടപെട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഇതെല്ലാം ഞങ്ങൾ കേട്ടതാണ്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ആർജിക്കുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഞങ്ങൾ പറയുന്ന വസ്തുതകൾ ഏതെങ്കിലും തെറ്റാണ് എന്ന് പറയാൻ ശ്രീമതി മാധുവിനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കോ കഴിഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് പറയാം. ഇവിടെ ശ്രീ രാഹുൽ എന്താണ് പറഞ്ഞത്? കിഫ്ബി വഴി 4000 കോടി രൂപയെ കോൺട്രാക്ടർമാർക്ക് വിതരണം ചെയ്തിട്ടുള്ളൂ, ബാക്കി കുടിശ്ശികയാണെന്നാണ് പറഞ്ഞത്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? 59,000 കോടി രൂപയുടെ കൃത്യമായി കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികൾ നമ്മൾ ഈ നാട്ടിൽ കാണുകയാണ്. അത് റോഡായും തോടായും സ്കൂളുകളായും ആരോഗ്യ സ്ഥാപനങ്ങളായും നാം കണ്ടുകൊണ്ടിരിക്കുന്നു, മേൽപ്പാലങ്ങളായും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. കോൺട്രാക്ടർമാർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ടെങ്കിൽ ആ വിഷയം കോൺട്രാക്ടർമാർ ഉന്നയിച്ചോളും, കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിക്കേണ്ടതില്ല, ഉന്നയിച്ചോളൂ. പക്ഷേ അത് വസ്തുതാപരമായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടാമതായി പറയുന്ന പുതിയ ലോട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്, മദ്യത്തിന് നികുതി കൂട്ടാൻ പോവുകയാണ്. ഭാവിയിൽ എന്തെങ്കിലും പദ്ധതി വരുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടേണ്ടത്? ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും പദ്ധതി നടപ്പാക്കിയില്ല എങ്കിൽ, ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും പദ്ധതിയുടെ കണക്കുകൾ തെറ്റാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിണറായി സർക്കാർ ഗവൺമെന്റും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ ഗവൺമെന്റും അതിനു മുമ്പ് ശ്രീ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റും 1 രൂപ പോലും നികുതി കൂട്ടിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആധികാരികമായി പറയും, ഞങ്ങൾ കൂട്ടാത്ത നികുതി ഞങ്ങൾ കുറയ്ക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ BJPയുടെ പ്രതിനിധി പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചർച്ച CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു. താങ്കൾ ഏതെങ്കിലും CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? സമ്മേളനം നടക്കുമ്പോൾ പുറത്തുകൂടിയെങ്കിലും പോയിട്ടുണ്ടോ? ചെവിയെങ്കിലും കേട്ട് എന്തെങ്കിലും വാക്ക് കേട്ടിട്ടുണ്ടോ? പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ വന്ന് ചാനൽ ചർച്ചയിൽ പറയുന്ന നിങ്ങളുടെ സ്ഥിരം ശൈലി ഒഴിവാക്കണം. ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ ഒരു വികസന രേഖ അവതരിപ്പിച്ച് നിങ്ങൾ കേട്ടോ? ആ വികസന രേഖ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്താണ്, ഈ മാതൃഭൂമി ചാനലും ചർച്ച ചെയ്താണ്.
കാരണം ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഈ നാട്ടിൽ വരേണ്ട വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ സമീപനങ്ങൾ ഒരു രേഖയായി അവതരിപ്പിച്ച് അംഗീകരിച്ചതാണ് ഞങ്ങളുടെ പാർട്ടി സമ്മേളനം, സംസ്ഥാന സമ്മേളനം. 1956 കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിലും ഇത്തരത്തിലൊരു രേഖ അവതരിപ്പിച്ചിരുന്നു. ആ രേഖയാണ് 1957 പ്രകടന പത്രികയായി മാറിയത്. ആ പ്രകടന പത്രികയാണ് ജനം അംഗീകരിച്ചത്. ആ ജനം അംഗീകരിച്ചപ്പോഴാണ് ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഇവിടെയും 50 വർഷങ്ങൾക്ക് ശേഷമുള്ള കേരളത്തെ വിഭാവനം ചെയ്യാനുള്ള പദ്ധതികളാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ അത് ചർച്ച ചെയ്തില്ല, ഇത് ചർച്ച ചെയ്തില്ല എന്ന് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദയവായി ചർച്ചയിൽ പങ്കെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരെ കടമെടുക്കുകയാണ്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ അടുത്ത മാസം ശമ്പളക്കാരും പ്രതിസന്ധിയിലാകും എന്ന് ഒരു ധനമന്ത്രി പറയുന്ന ഇടത്ത് വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നൊരു സംജ്ഞയുണ്ടല്ലോ. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് മന്ത്രിമാർ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം സാമ്പത്തിക മേഖലയ്ക്ക് അഭിലഷണീയമാണോ? അതെന്താണ് കുഴപ്പം? ഒരു കുടുംബ ബഡ്ജറ്റ് ആയാലും ഒരു സമൂഹത്തിന്റെ ബഡ്ജറ്റ് ആയാലും സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് ആയാലും കൃത്യമായി വരവും ചെലവിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ളവർക്ക് മാത്രമേ ഇന്ന രൂപത്തിലാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ പോകുന്നത് എന്ന് പറയാൻ കഴിയൂ. ഒരു പ്ലാനിങ് വേണം. ഇവിടെ ബഡ്ജറ്റ് കൃത്യമായിട്ട് അവതരിപ്പിച്ചു. അതിൽ വരുന്ന ഇൻകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സ്പെൻഡിച്ചറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാൻ വേണ്ടി ധനകാര്യമന്ത്രി പറയുന്ന പ്രസ്താവന, അതിനെന്തിനാണ് തെറ്റ് കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത ഒറ്റ സംസ്ഥാനവുമില്ല. കേന്ദ്ര ഗവൺമെന്റും സാമ്പത്തിക പ്രതിസന്ധിയാണ്. പട്ടിണി സൂചികയിൽ 101ാമത് നിൽക്കുന്ന ഇന്ത്യയും പട്ടിണി സൂചികയിൽ ഒരു തരത്തിലും ദാരിദ്ര്യമില്ലാത്ത കേരളവും തമ്മിലാണ് നമുക്കറിയാലോ താരതമ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നുണ്ട്. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ വിധി ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഗുണകരമായി ഭവിക്കും. കാരണം GST കൗൺസിൽ തന്നെ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു, കേന്ദ്രം അത് അതേപടി അംഗീകരിക്കുന്നു, സംസ്ഥാനങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് വരുന്നു. ഒരു റെക്കമെൻഡറി എന്ന രൂപത്തിലേ പറ്റാവൂ. ഇപ്പൊ നമുക്ക് നികുതി ചുമത്താൻ 3 മാർഗങ്ങളെ ഇപ്പോഴുള്ളൂ. GST വരുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നികുതി ചുമത്താൻ അതാത് ബഡ്ജറ്റിൽ പുതിയ നികുതികൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ കിട്ടുന്ന നികുതിയിൽ നിന്ന് തന്നെ സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണം മുന്നോട്ട് പോകണം. ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടക്കം പുതിയ സർവീസുകൾ ആരംഭിച്ചു, പുതിയ തസ്തികകൾ കൂടുതൽ ഉണ്ടാക്കി, അതിനനുസരിച്ച് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ എല്ലാം വസ്തുതാപരമായിട്ടുള്ള കണക്കുകളല്ലേ ഇന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഈ LDF ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കാത്തതുണ്ടെങ്കിൽ, അതിന് മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ ശ്രദ്ധ ചൊലുത്താത്തതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേ. അത് ചൂണ്ടിക്കാണിക്കാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ രാഹുലിനോ ശ്രീ VV രാജേഷിനോ സാധിക്കില്ല എന്ന് 100% ഉറപ്പുണ്ട്. കാരണം ജനങ്ങളോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തിട്ടുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ട് 2 മാസം പിന്നിടുന്നേയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല, വരവും ചിലവും ഒക്കെ കണക്ക് കൂട്ടി കൃത്യമായ രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ശമ്പള വിതരണത്തിന് വേണ്ടി 43,000 കോടി മാറ്റിവെച്ചിട്ട് പക്ഷേ 45,000 രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആവശ്യം വന്നത് എന്നൊരു വാർത്ത ഞാൻ വായിച്ചു. അതായത് 2,000 കോടി രൂപയോളം ഗ്യാപ്പ് അവിടെ വന്നു എന്ന്. അത് ആ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയാണ് എന്നതടക്കമുള്ള വാർത്തകൾ. ഈ വാർത്തകൾ ഒക്കെ വരുന്ന സമയത്ത് അതിന് കൃത്യമായ വിശദീകരണമൊന്നും കിട്ടുന്നില്ല. വാർത്തകളുടെ സ്രോതസ് എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം ഈ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ചോദിച്ചതുപോലെ ഒരു സാമ്പത്തിക വർഷത്തിന്റെ 2ാമത്തെ മാത്രം മാസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് ശമ്പളം കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അവിടെയാണ് KSRTCയുടെ പ്രശ്നം വരുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളായി വലിയ തോതിൽ പ്രതിസന്ധിയാണ്. ഞങ്ങൾ പരമ്പരകളടക്കം ചെയ്യുന്നു. ക്യാൻസർ പേഷ്യൻസ്, കുട്ടികൾക്ക് പഠനം മുടങ്ങുന്നവർ, കുട്ടികൾ അസുഖബാധിതരായവരുടെ ചികിത്സ മുടങ്ങുന്നവർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുന്ന വ്യക്തിപരമായ സ്റ്റോറികൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ണടച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, ഇവിടെ ശ്രീ അരുൺകുമാർ അദ്ദേഹത്തിന് ഈ കിഫ്ബിയെ പറ്റി ധാരണയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയും. അദ്ദേഹം ചോദിക്കുന്നത് വരാൻ പോകുന്ന വർധനവുകളെ പറ്റി നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്, ഞങ്ങളതൊക്കെ ചെയ്യില്ലേ? എൻ്റെ പൊന്നു സഹോദരൻ, ഞാനും ഇവിടെ ഇരിക്കുന്ന താങ്കളോട് വിയോജിപ്പുള്ളതോ യോജിപ്പുള്ളതോ ആയിട്ടുള്ള ഇതിൻ്റെ ആങ്കറും
ഈ BJPയുടെ പ്രതിനിധിയും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും എല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ കേരളം. നമ്മളെല്ലാവരും കൂടെ താമസിക്കേണ്ടത് ഒരു സംസ്ഥാനത്തെ നിങ്ങൾ സിംഗപ്പൂർ മാതൃകയെന്ന് പറഞ്ഞ് ഞങ്ങളെ ലങ്കൻ മാതൃകയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 1.5 ലക്ഷം ഉണ്ടായിരുന്ന കേരളത്തിന്റെ പൊതുകടം ഇപ്പോൾ 2,90,000 കോടി കഴിഞ്ഞതിനെ പറ്റിയിട്ട് താങ്കൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? 6 വർഷം കൊണ്ട്. ഇനി താങ്കൾ കിഫ്ബിയെ പറ്റി പറഞ്ഞു. കിഫ്ബിയുടെ ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? മുൻ AG ജെയിംസ് ജോസഫ് പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ കൃത്യമായ കണക്കുകൾ. അപ്പോൾ ഇതിനകത്ത് 57,000 കോടി രൂപ ചെലവഴിച്ചു. പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് സംസാരിക്കാം. പദ്ധതി നടപ്പിലാക്കിയ തൃശ്ശൂരിലെ സ്കൂൾ കെട്ടിടം, അതിന്റെ 2ാം നിലം പൂർണ്ണമായിട്ട് നിങ്ങൾ കൃത്യമായി സിമെന്റും കമ്പിയൊക്കെ കുഴച്ചത് കാരണം പൊളിച്ചു മാറ്റി വീണ്ടും കെട്ടുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് വേറെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ കൂളിമാട് പാലത്തെ പറ്റിയിട്ടുമൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് കിഫ്ബിയിലേക്ക് 57,000 കോടി രൂപയുടെ പദ്ധതി, ആ പദ്ധതിയിൽ കരാറുകാർക്ക് 4,364 കോടി രൂപ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി 52,636 കോടി രൂപ കടമാണെന്ന് പറയുമ്പോൾ താങ്കൾ പറയാം അത് കരാറുകാർ വന്ന് പറയുമെന്ന്. എൻ്റെ പൊന്നു സാറേ, താങ്കൾക്ക് ഇതിനെപ്പറ്റി ധാരണയില്ലേ? ഈ കടമ ആരുടെ കടമാണ്? ഇത് കേരളത്തിന്റെ പൊതുകടമായിട്ട് രൂപപ്പെടുകയാണ്. അവിടെയാണ് എൻ്റെ ആശങ്ക. അല്ലാതെ നിങ്ങളും ഏതെങ്കിലും കരാറുകാർ മാത്രമുള്ള എന്തെങ്കിലും വ്യക്തിപരമായ കാര്യമായിട്ടൊന്നും കിഫ്ബി എടുക്കരുത്. കിഫ്ബി എന്ന് പറയുന്നത് നിങ്ങളും കരാറുകാരും മാത്രം നമ്മളുള്ള ഒരു എഗ്രിമെന്റ് ഒന്നുമില്ല. കേരളത്തിന്റെ പൊതുകടമായിട്ട് അത് മാറുകയാണ്. കിഫ്ബി വഴി നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ ആകെ പെട്രോൾ സെസ് ഇനത്തിൽ കിട്ടിയിരിക്കുന്ന 1,921 കോടി രൂപ, മോട്ടോർ വെഹിക്കിൾ സെസ് പ്രകാരം 3,651 കോടി രൂപ, സർക്കാർ ഗ്രാന്റ് പ്രകാരം 1,624 കോടി രൂപ, വായ്പകൾ 2,003 കോടി, മസാല ബോണ്ട് 2,231 കോടി, ആകെ 11,433 കോടിയാണ് കിട്ടിയത്. ഇതിന്റെ ബാക്കി എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് താങ്കൾ പറയുന്നത്? വായ്പ എടുക്കാനായിട്ടുള്ള പരിധി ഈ കിഫ്ബിയിലൂടെ ഇങ്ങനെ നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന വായ്പകളുടെ പരിമിതി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയും വീണ്ടും റദ്ദ് ചെയ്തിരിക്കുന്നു, സംസ്ഥാന സർക്കാരിന്റെ പൊതുകടം വർദ്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ കിഫ്ബിയുടെ അവസ്ഥ അതാണ്. പിന്നെ പെട്രോളിന്റെ വില നിങ്ങൾ പറയുന്നു ഞങ്ങൾ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. നികുതി വർദ്ധിപ്പിക്കാത്തിടത്തോളം ഞങ്ങൾ അത് കുറയ്ക്കാനും തയ്യാറല്ല. ആ ഡിഫൻസ് നിങ്ങളിൽ നിന്ന് വരുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് മുൻകൂറായിട്ട് ഞാൻ പറഞ്ഞത്. മാധു ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഡീസലിന് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 31.60% രൂപയാണ്. 6.0% ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. മാധു ഒരിക്കലും പെട്രോൾ പമ്പിൽ പോയിട്ട് ഡീസൽ അടിച്ചതിന് ശേഷം ശതമാനം എണ്ണയല്ല കൊടുക്കുന്നത്, രൂപ എണ്ണയാണ് കൊടുക്കുന്നത്. ഇന്ന് 100 രൂപയാണ് നിരക്കെന്ന് വിചാരിച്ചു. അപ്പൊ സംസ്ഥാന സർക്കാരിന് 31 രൂപ 60 പൈസ സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിലേക്ക് വരും. അത് 110 രൂപയായാൽ 35 രൂപ 20 പൈസയായിട്ട് അത് വർദ്ധിക്കും. 35 രൂപ 20 പൈസയായിട്ട് നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ നികുതി വർദ്ധിക്കുമ്പോൾ ആ നികുതിയിൽ നിങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഡയറക്റ്റാ. നിങ്ങൾ ഈ വി മുരളീധരനും നിങ്ങളുമൊക്കെ ഈ ശതമാനത്തിന്റെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത്. മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമ്പോൾ ശതമാനം കൂട്ടുകയും കുറയ്ക്കുകയല്ല, പണം കുറയ്ക്കും. സംസ്ഥാന സർക്കാരിന് 35 രൂപ കിട്ടുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി പറയും അത്രയും വേണ്ട, 31 രൂപ മതി എന്ന് പറഞ്ഞ് 4 രൂപ കുറച്ച് സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് അതിന്റെ ആശ്വാസം നൽകും. അതായിരുന്നു ഈ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ. പിന്നെ നിങ്ങൾ കേരളത്തെ ആകെ മെച്ചപ്പെടുത്തിയതിനെ പറ്റി പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എണ്ണി പറയാനായിട്ടാണ് പറയുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയെ പറ്റി പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ പട്ടികജാതി വകുപ്പിന്റെ കീഴിൽ അവർ കൊടുത്ത 400 കോടി രൂപ ലാപ്സ് ആയതിനെ പറ്റി പറയണം. 9 ലക്ഷം ലൈഫ് അപേക്ഷകൾ പെൻഡിംഗ് ആയി കിടക്കുന്നതിനെ പറ്റി പറയണം. നിങ്ങൾ 2,36,000 വീടുകൾ കൊടുത്തപ്പോൾ ഞങ്ങൾ 4,36,000 വീടുകൾ കൊടുത്തതിനെ പറ്റി കൂടി പറയണം. നിങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ KSRTC 1,976 കോടി രൂപ നഷ്ടത്തിലാണെന്ന് പറയണം. KSEB 14,600 കോടി രൂപ നഷ്ടത്തിലാണെന്ന് പറയണം. ആ നഷ്ടത്തിൽ ഇപ്പോഴും നഷ്ടത്തിൽ പോകുമ്പോൾ തന്നെയാണ് കോവിഡ് അതിരൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ പോലും ജനങ്ങളുടെ മുകളിൽ പിന്നെയും മിന്നൽ പിണറാട്ടം നടത്തിക്കൊണ്ട് നിങ്ങൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതും ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ബോർഡ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പത്രവാർത്ത വന്നതും ആ ബോർഡിനകത്ത് അതിനെപ്പറ്റി തർക്കം നടക്കുന്നതും കേരളത്തിനകത്ത് പല വർഷങ്ങൾക്ക് ശേഷം ലോഡ് ഷെഡിങ്ങിലേക്ക് കേരളം പോയില്ലെങ്കിൽ വളരെ വലിയ വൈദ്യുതി ചാർജിലേക്ക് കേരളം പോകേണ്ടി വരുന്ന സാഹചര്യം അടക്കം സൃഷ്ടിച്ചതിനെ പറ്റി പറയണം. കേരള വാട്ടർ അതോറിറ്റി 594.11 കോടി രൂപ നഷ്ടത്തിലാക്കിയതിനെ പറ്റി പറയണം. കൊച്ചി മെട്രോ വരെ നിങ്ങൾ നഷ്ടത്തിലാക്കിയതിനെ പറ്റി പറയണം. അങ്ങനെ കേരളം ആകെ സാമ്പത്തികമായി നട്ടം തിരിഞ്ഞു നിൽക്കുക. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ്. നിങ്ങൾ 6 വർഷം മുമ്പ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ദേശാഭിമാനി പറഞ്ഞത് ഇനിയും ഒന്നിനും വില കൂടില്ല എന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഓരോ അവശ്യ സാധനങ്ങളുടെ വില ഇന്ന് പൊതുവിപണിയിൽ എത്രയാണെന്ന് ഓരോ ഐറ്റത്തിനും വേണമെങ്കിൽ എണ്ണി ഞാൻ പറയാം. 6 വർഷം മുൻപുള്ള വിലയും പറയാം. അപ്പൊ എത്രയാണ് ശേഷം ഒരു ഇടവേള എടുക്കട്ടെ. നമുക്ക് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്താലും പോരല്ലോ. ശ്രീ വി രാജേഷ്, പക്ഷേ ഈ GST സംസ്ഥാനത്തിന്റെ വരുമാന ചോർച്ച വലിയ തോതിൽ ഉണ്ടാക്കി എന്നുള്ളത്
സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്നതാണ്. അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും അത്തരത്തിൽ പിന്നീട് കോവിഡ് ഒക്കെ വരുന്നു, വലിയ തോതിൽ സംസ്ഥാനത്തിന്റെ വരുമാന മാർഗം അപ്പാടെ നിലയ്ക്കുന്നു. അപ്പോൾ GSTയിലേക്ക് മാത്രമാണ് ആശ്രയിക്കാൻ കഴിയുന്നത്. അത് സർക്കാരിന്റെ വിഹിതം കൃത്യമായി കിട്ടുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ സർക്കാരിനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ മുതിരുന്നത്. ഇതാര ആക്രമണമല്ലല്ലോ, ഈ പറയുന്ന വസ്തുതയല്ലേ. ഈ ഇവിടെ പറഞ്ഞതിൽ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഏതെങ്കിലും വസ്തുതാപരമായിട്ട് ഏതെങ്കിലും വിവരമില്ല എന്നുണ്ടെങ്കിൽ, അത് തെറ്റാണെന്നുണ്ടെങ്കിൽ LDF പറയട്ടെ, വസ്തുതകൾ ജനങ്ങളോട് പറയണം. ഇവിടെ താങ്കൾ നേരത്തെ ചോദിച്ചു, പ്രതിസന്ധികൾ പറയാൻ മാത്രമായിട്ടൊരു ധനകാര്യമന്ത്രി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ LDFിൻ്റെ ഭാഗത്ത് വന്ന ഉത്തരം, അങ്ങനെ പറയുന്നതിൽ എന്താ കുഴപ്പം, അങ്ങനെ ഒരു വസ്തുത ഉണ്ടെങ്കിൽ പറയേണ്ടതെന്നാണ്. എല്ലാ ദിവസവും കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ ദിവസവും ഒരു ധനകാര്യമന്ത്രി മാധ്യമങ്ങളെയും സമൂഹത്തെയും കാണുന്നത് ഇത് പറയാൻ വേണ്ടി മാത്രം എന്ന് വരുമ്പോഴാണ് ആശങ്ക. ഇന്നിപ്പോൾ മാതൃഭൂമി ഉൾപ്പെടെ ഒരു പത്രങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ട് 1998 പാകിസ്ഥാൻ ആദ്യമായിട്ട് അതിൻ്റെ പലിശ അടവിൽ മുടക്കം വന്നു. അതിനുശേഷം പിന്നീട് ഇപ്പം മുടക്കം വന്നിട്ടുള്ളത് ഈ മാസം ശ്രീലങ്ക ലോണിൻ്റെ പലിശ അടയ്ക്കാത്തതാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ആശങ്ക. നിങ്ങളിങ്ങനെ കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിക്കൂട്ടി മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡും വെച്ച് ഇവിടെ താങ്കൾ ഉൾപ്പെടെ വിവരിച്ച കുറേ കണക്കുകൾ ഞങ്ങൾ അവിടെ നടപ്പിലാക്കി ഇവിടെ നടപ്പിലാക്കി എന്ന് പറഞ്ഞ് കണക്കുകൾ നടപ്പിലാക്കി പോകുമ്പോൾ നാളെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തു നിന്നുണ്ടാകുന്ന പണം എടുത്തിട്ട് കടം തിരിച്ചടയ്ക്കാൻ പോയിട്ട് പലിശ പോലും തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ആ ആശങ്ക ശരിയാണെന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ എല്ലാ ദിവസവും രാവിലെ ഒരു ധനകാര്യമന്ത്രി നടത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. അത് ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയുമ്പോഴേക്കും ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ മാവ് നേരത്തെ മാറ്റിവെച്ചൊരു വിഷയം ഞാനിവിടെ പറയാം. അതായത് KSRTC, ഞാൻ നമുക്ക് രണ്ടാം ഘട്ടത്തിൽ വരാം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ക്രമസമാധാന പാലനം തീർച്ചയായും എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് പോകാൻ നമ്മുടെ സമയപരിധികളിൽ നിന്ന് എല്ലാ വിഷയങ്ങളും പറയണമെന്ന് തന്നെയുള്ളതാണ് ആഗ്രഹമെന്ന് പറയുന്നത്. ഭാവി സമൂഹത്തിലേക്കുള്ള ഈടുവെപ്പെന്നാണ് ഇന്ന് കേരളയെ പറ്റി മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഭാവി തലമുറയെ കൂടി ഈട് വെച്ചെടുക്കുന്ന ബാധ്യതയായി മാറുമോ എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ശ്രീ KS അരുൺകുമാർ, ഇന്ന് മുഖ്യമന്ത്രി സംശയലേശം എന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ല. കുപ്രചാരണങ്ങൾ ജനം തിരിച്ചറിയും. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലം അത് വ്യക്തമാക്കുന്നതാണ് എന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കേരളയിലെ ജനഹിതത്തിന്റെ മാറ്റുരയ്ക്കലാണോ ഇവിടെ തൃക്കാക്കരയിലും നടക്കാൻ പോകുന്നത്? മധു, ഏതെങ്കിലും ഒരു പ്രത്യേക വികസന പ്രവർത്തനങ്ങളുടെ മാറ്റുരയ്ക്കലായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നില്ല. കഴിഞ്ഞ 6 വർഷമായി കേരളത്തിൽ നടക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെയും ഒരു മാറ്റുരയ്ക്കലാകും ഈ തെരഞ്ഞെടുപ്പ്. അതുതന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സീറ്റ് 20-ൽ നിന്ന് 24 ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിന്റെ പകുതിയുള്ളൂ രാഹുലിന്റെ പാർട്ടിയായ കോൺഗ്രസിന്റെ സീറ്റ്. ഓർക്കുക, ഞങ്ങളുടെ സീറ്റിന്റെ പകുതിയുള്ളൂ രാഹുലിന്റെ സീറ്റ്. അതിന്റെ പകുതിയുള്ളൂ, അതായത് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ പകുതിയുള്ളൂ BJPക്ക്. അതായത് BJPക്ക് കിട്ടിയ സീറ്റിന്റെ 4 ഇരട്ടിയാണ് ഞങ്ങളുടെ, കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ ഇരട്ടിയാണ് ഞങ്ങളുടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടെ കുറ്റിപ്പറക്കൽ സമരത്തിന് നേതൃത്വം കൊടുത്തു രാഹുലിന്റെ പാർട്ടി. ആ സമരം നടന്ന എല്ലാ മേഖലയിലും വമ്പിച്ച വിജയമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു ഉദ്ഘാടനം നടന്നേ. അവിടെ രാഹുലിന്റെ പാർട്ടിയുടെ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടി വന്ന് ഒരു പ്രസംഗം നടത്തി ഈ സംസ്ഥാന ഗവൺമെന്റിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഏതാണെന്നറിയാമോ? കേന്ദ്രം വിറ്റ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് അത് കേരളം ലേലത്തിൽ പിടിച്ചു. അതിനുശേഷം കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനം സ്വന്തമായി തുടങ്ങി. ഇത് മാത്രമല്ല, BJP വിറ്റു, BPCL വിറ്റു, BSNL വിറ്റു, LIC വിറ്റു, എല്ലാം വിറ്റു. തിരുവനന്തപുരം വിമാനത്താവളം വിറ്റു. മേടിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായപ്പോൾ നൽകിയില്ല. അതായത് കേന്ദ്രം വിറ്റഴിക്കുമ്പോൾ, വിറ്റ് തുലയ്ക്കുമ്പോൾ ഈ കേരളം പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാം സംരക്ഷിക്കുകയാണ്. ഈ 6 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം കേരളം വിൽക്കുന്ന സാഹചര്യമോ നിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടി ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഇവിടെ കടത്തിന്റെ കണക്ക് പറഞ്ഞല്ലോ. ഈ രാഹുൽ വലിയ കണക്ക് പറഞ്ഞപ്പോൾ രാഹുലിന്റെ പാർട്ടി ഭരിക്കുന്ന രാജസ്ഥാനിലെ കടം 4.33 ലക്ഷം കോടിയാണ്. ഈ രാജേഷിന്റെ പാർട്ടിയായ ഉത്തർപ്രദേശ് ഭരിക്കുന്ന BJP 6.29 ലക്ഷം കോടിയാണ്. തൊട്ടടുത്ത തമിഴ്നാട്, ഞാൻ പറഞ്ഞത്
അല്ലേ? ഞാൻ പറയട്ടെ. അല്ല, ബി.ജെ.പി. സർക്കാർ എന്തെങ്കിലും ചെയ്തതിനെ ന്യായീകരിക്കാൻ ഇവിടെ ഞങ്ങളാരും ഇരിക്കുന്നില്ല. വി. രാജേഷ് രാഷ്ട്രീയ ബാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ KSRTC-യോ ഇപ്പോൾ പോലും കൂടുതൽ ഡിപ്പോകൾ പണയത്തിൽ വെച്ച് ശമ്പളത്തിനുള്ള പണം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ അദ്ദേഹത്തോട്. ശ്രീ അരുൺ, അങ്ങ് പറഞ്ഞു വിമാനത്താവളം വരുമാനം അരുൺ അങ്ങ് പറഞ്ഞു വിമാനത്താവളം കേരള സർക്കാർ ചോദിച്ചതൊക്കെ തന്നില്ലെന്ന്. എൻ്റെ പൊന്നേ, ഓർമ്മിപ്പിക്കല്ലേ, KSRTC ബസ്സാണെങ്കിൽ തറയെ കൂടെയാണ് പോകുന്നത്. അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ? വിമാനത്താവളം നിങ്ങൾ വാങ്ങിയിട്ട് നടത്താൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞത് അത് ആകാശത്ത് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ഇടപെട്ടോളൂ. ഞാൻ പറയാം ഏതു മേഖലയിലാണ് ഇപ്പൊ KSRTC നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് KSRTC ലാഭത്തിൽ, ഇപ്പൊ UDF ഭരിക്കുമ്പോഴും ലാഭത്തിലല്ല, അതിനു മുമ്പ് LDF ഭരിക്കുമ്പോഴും ലാഭത്തിലല്ല. KSRTC-യെ ലാഭത്തിലാക്കണമെങ്കിൽ പുതിയ സാഹചര്യത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തി റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. ആ റിപ്പോർട്ടുകൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഏറ്റവും യോജിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകളെ എല്ലാം സംയുക്തമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചല്ലോ. നിങ്ങൾ KSRTC വെച്ചുകൊണ്ട് മൊത്തത്തിൽ അളക്കേണ്ടതില്ല. ഈ വിമാനത്താവളങ്ങളെല്ലാം ലാഭത്തിലായതും അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഒട്ടും പിന്നിലല്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ കടം പറഞ്ഞപ്പോൾ മാധു ഇടപെട്ടു. തൊട്ടടുത്ത് തമിഴ്നാടുണ്ട്. ആ തമിഴ്നാട്ടിലെ കടം എത്രയാണെന്ന് അറിയുമോ? തമിഴ്നാട്ടിലെ കടം ഇന്ത്യയിൽ 2ാം സ്ഥാനമാണ്. 5.88 ലക്ഷം കോടിയാണ്. ഞാൻ സൂചിപ്പിച്ചത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തി ഇവിടെ ഭേദമാണെന്ന് പറയാനല്ല, ഈ കേരളത്തെ തന്നെ ഇകഴ്ത്തി സംസാരിക്കുന്ന ഈ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിനിധികളുടെ സമീപനം കണ്ടിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇവിടെ കേരള ഗവൺമെന്റ് ഒന്ന് മാത്രമേ ലക്ഷ്യപ്പെടുത്തുള്ളൂ, ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റണം. നമ്മുടെ ചെറുപ്പക്കാരുടെ പരാതി തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കേരളത്തിൽ കിട്ടുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അല്ല മാധു, ഞാൻ അതിലേക്ക് വരാം, ഒരു സംശയമില്ല. ഞാൻ കൂടുതൽ സമയമൊന്നും എടുത്തില്ലല്ലോ, എല്ലാവർക്കും കൊടുത്ത സമയം മാത്രമേ എനിക്ക് തന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റണം. നമ്മുടെ ചെറുപ്പക്കാരുടെ പരാതി തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കേരളത്തിൽ കിട്ടുന്നില്ല, തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ശമ്പളം കേരളത്തിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം കേരളത്തിൽ കിട്ടും, ലോകത്തെവിടെയും കിട്ടുന്ന തൊഴിൽ കേരളത്തിൽ കിട്ടും. അത് കേരളത്തിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ കഴിയും. ആകർഷകമായിട്ടുള്ള ശമ്പളം ലോകത്തെ ഏതു മേഖലയും താരതമ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ കേരളത്തെ മാറ്റാൻ, ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും നൂതനത്വ സമൂഹമായി കേരളത്തെ മാറ്റാനാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം കേരളം ഇടപെടൽ നടത്തുന്നത്. പിന്നെ KSRTC-യുടെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തിൽ തന്നെ ക്ലാരിറ്റി ഉണ്ട്. എല്ലാ ട്രേഡ് യൂണിയനുകളെയും വിളിച്ചിരുത്തി അവിടെ നടത്തിയ പഠന റിപ്പോർട്ട് നടപ്പാക്കണം, വലിയ മാറ്റം വരണം, കാലോചിതമാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റ് നടത്തുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ഈ ട്രേഡ് യൂണിയൻ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥത വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. നമുക്കറിയാം ആ സംവിധാനം എത്രത്തോളം രൂക്ഷമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. ഈ KSRTC ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കെടുകാര്യസ്ഥത ശക്തിപ്പെടുത്തലല്ല എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞിട്ടുണ്ട്. അത് സംവിധാനത്തെ കൂടി അടുത്തറിഞ്ഞു വേണം നമ്മളപ്പോൾ KSRTC-യുടെ ഈ വീഴ്ചയെ പറ്റി സംസാരിക്കാൻ. മാധു, ഇവിടെ കേരളത്തെ ഞങ്ങൾ അങ്ങ് എഴുത്തുന്നു. ആരാ പറയുന്നത്? അരുൺകുമാറെ, അങ്ങനെ നിങ്ങൾ കേരളത്തിന്റെ മൊത്തക്കച്ചവടക്കാരനാകണ്ട. ഞങ്ങൾ കേരളത്തെ ഇകഴ്ത്തുന്നില്ല. നിങ്ങൾ കേരളത്തെ ഇകഴ്ത്തുവാനായിട്ടുള്ള പ്രവർത്തികൾ നടത്തുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ കടത്തിൽ 2ാം സ്ഥാനത്ത് തമിഴ്നാടാണെന്ന് പറഞ്ഞ് നിങ്ങളാണ് കേരളത്തെ ഇകഴ്ത്തുന്നത്. അതായത് നിങ്ങൾ 2ാം സ്ഥാനത്തേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. രാജസ്ഥാനെ താങ്കൾ താരതമ്യപ്പെടുത്തി, നമുക്കത് വേറെ ചർച്ച ചെയ്യാം. എങ്കിലും ഒറ്റവാചകം പറയാം, രാജസ്ഥാന്റെ വരുമാനം കേരളത്തിനില്ല എന്ന ബോധ്യം കൂടി താങ്കൾക്ക് ഉണ്ടാകുന്നത് കുറച്ച് നല്ലതായിരിക്കും ഒരു ചർച്ചയുടെ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട്. പിന്നെ KSRTC-യെ പറ്റി മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ എണ്ണി ഓരോ സ്ഥാപനത്തിന്റെ കടം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളൊരു സ്ഥാപനം വാങ്ങിയതിനെ പറ്റി പറഞ്ഞു, നിങ്ങൾ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവരും ഒരു ഘട്ടത്തിൽ എന്താ ചെയ്തത്? അവർ ആദ്യ ഘട്ടത്തിൽ ഓരോ പൊതുമേഖലാ സ്ഥാപനത്തെയും കടക്കണിയിൽ കൊണ്ടുപോയി. അതിനുശേഷം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ഇത് വലിയ കടത്തിലാണ്, ഇനി ഇത് വിറ്റാലേ പറ്റത്തുള്ളൂ. അതേ വ്യവസ്ഥയിലൂടെ നിങ്ങൾ KSEB-യും KSRTC-യൊക്കെ കൊണ്ടുപോവാ. നിങ്ങൾ KSRTC-യെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലഘട്ടത്തിൽ ഇത് പരാപരമാക്കിയിരുന്നല്ലോ, ലാഭവും നഷ്ടവുമില്ലാതെ. അവിടെ നിന്ന് നിങ്ങൾ ഇത്രയും കടത്തിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയാ? ഭാവനാപൂർണ്ണമായ ഒരു പദ്ധതിയെങ്കിലും നിങ്ങൾക്ക് KSRTC-യെ രക്ഷപ്പെടുത്താനായിട്ടുണ്ടോ? നിങ്ങൾ അതിനകത്ത് ബെവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് അനുവദിക്കാൻ തുടങ്ങി. നിങ്ങൾ അതിനകത്ത് ഇപ്പൊ കൂട്ടിയിട്ടിട്ട് സ്കൂളും മെഡിക്കൽ കോളേജും ഉണ്ടാക്കുമെന്ന് പറയുന്നു. എതിർവാദമുണ്ട് കേട്ടോ. തിരുവഞ്ചൂർ പറയട്ടെ, ആ സാമ്പത്തിക നടത്തിപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് എതിർവാദമുണ്ട്. അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞോട്ടെ.
അദ്ദേഹം എന്തിനാണ് തിരുവഞ്ചൂരിന്റെ അദ്ദേഹം കാലത്ത് അദ്ദേഹം ലാഭകരമായിരുന്നു ഞാൻ എന്ന് ഇടപെട്ടില്ലല്ലോ. തെളിയിക്കാൻ എന്തെങ്കിലും ഒരു കണക്ക് കാണിക്കാമോ? ശരി, അങ്ങ് ചോദ്യം ഉന്നയിച്ചല്ലോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. മാധു, മനോഹരമായി പോകുന്ന ഒരു ചർച്ചയെ അതെ 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 അല്ല, ഞാൻ ഒരു മനോഹരമായി എതിർവാദം പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാട്ടിയതേ ഉള്ളൂ. അത് തുടരാൻ അനുവദിക്കുന്നുമില്ല. അങ്ങേക്ക് അത് ഞാൻ കൃത്യമായി പറഞ്ഞു. ഞാൻ കൃത്യമായി പറഞ്ഞു, പരാപരമാക്കിയിരുന്നു. ആകെ 200 കോടി രൂപയുടെ മാത്രം വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ലാഭവും നഷ്ടവും തമ്മിൽ. അവിടെ നിന്നാണ് ഇപ്പൊ എത്ര കോടിയായിട്ട് മാറിയിരിക്കുന്നു. ഓരോ മാസം ശമ്പളം എടുക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ടുന്നു. ഇവർക്ക് ഭാവനാപൂർണമായ ഓരോ മാസം ഇല്ല മേഡം, അതിന്റെ കണക്കിൽ ഞാൻ പറയാം. ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ, എനിക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവരുടെ പദ്ധതി എന്താ? KSRTC രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൊണ്ടുവന്ന ഈ ബസ്സുകളെല്ലാം കൂടെ ക്ലാസ് മുറികളാക്കി കൺവെർട്ട് ചെയ്യാൻ പോവുകയാണത്രേ. ഈ ഒരു സ്മാർട്ട് ക്ലാസ് റൂം സൃഷ്ടിക്കാനായിട്ട് എത്ര രൂപ വേണം? അപ്പൊ ഈ കുറെ ബസ്സുകൾ ഇപ്പൊ ഇനിയിപ്പോ ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ കേരളത്തിൽ വരികയില്ല. അഥവാ വന്നാൽ ഇത് സഞ്ചരിക്കുന്ന മെഡിക്കൽ കോളേജ് ആണെന്ന് ഇവർ പറയും. കാരണം അമ്മാതിരി കടത്തിലേക്കാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മേഖലയിലേക്ക് കടക്കാം. ഇവർ തൊഴിൽ മേഖലയെ പറ്റി പറഞ്ഞു. ഈ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യൂണിയൻ ആരുടെയാ? CITU അല്ലേ? KSEBയിൽ ഭരണസ്തംഭനം ഉണ്ടാക്കുന്നു എന്ന് മന്ത്രിയും ബോർഡിന്റെ ചെയർമാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂണിയൻ ഏതാ? CITU ആണ്. KSRTC മന്ത്രി നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയൻ ഏതാ? CITU ആണ്. അപ്പോ പിന്നെ ഈ നോക്കുകൂലി അടക്കമുള്ള വിഷയങ്ങൾ വേറെ. അപ്പോ ഇവിടെയൊക്കെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനമായി ഭരണ പാർട്ടിയുടെ തൊഴിലാളി സംഘടന മാറുമ്പോൾ തൊഴിൽ വകുപ്പ് എന്ത് ചെയ്യുക? ആഭ്യന്തര വകുപ്പ് നോക്കിയുത്തിയാകുന്നതിനെ പറ്റി പ്രത്യേകമായി പറയണോ? ഈ കാലയളവിനുള്ളിൽ 12 രാഷ്ട്രീയ കൊലപാതകം, ഒരു വർഷം കൊണ്ട് 12 രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായ മണ്ണാണ് കേരളം. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേരെന്താ? എന്താ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? 24 മണിക്കൂറിനിടയിൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ കേരളത്തിലെ 2 വർഗീയ സംഘടനകൾ പരസ്പരം കൊലവിളി നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു? അത്ര പരാജയമായ ആഭ്യന്തര വകുപ്പ്. ഈ ഗുണ്ടകൾ ഇപ്പോ ആളുകളെ കൊന്നിട്ട് അവരെ പിടിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിൽ സ്റ്റേഷനിലേക്ക് മൃതശരീരവുമായി വരുന്ന അപകടകരമായ സാഹചര്യം. ടൗണിൽ പട്ടാപ്പകല് ഒരാളെ വെട്ടിക്കൊന്നതിന് ശേഷം കാൽപ്പത്തി വെട്ടിയെടുത്തുകൊണ്ടുപോയി ഞാൻ കൊന്നുവെന്ന് ഘോഷിക്കുന്ന ഗുണ്ടകളുടെ നാടായി കേരളം മാറുന്നില്ലേ? ഇനി സ്ത്രീ സുരക്ഷയെ പറ്റി പറയുമ്പോൾ ഗാർഹിക പീഡനത്തിന് വേണ്ടിയിട്ട് പരാതിയുമായിട്ട് വരുന്ന മോഫിയെ പോലെയുള്ള ആലുവയിലെ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന നീതി നിഷേധത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലേ? ചടയമംഗലത്തെ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടപ്പോൾ പോലീസുകാരൻ രമ്യതയിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ആ പെൺകുട്ടിക്ക് ആ അതിക്രമം തുടർന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി എന്താണ് ഇവർക്ക് പറയാനായിട്ടുള്ളത്? ഇവർക്ക് വേണ്ടി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന കുറെ സിനിമക്കാരുണ്ടല്ലോ. ആ സിനിമക്കാർക്കൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെവിടെ എത്തി നിൽക്കുന്നു? ഉദിക്കുന്ന വിലയെ പറ്റി ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഒരു കാര്യം കൂടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന, അതായത് ഇവർ ഈ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കാൻ പറയുന്നുണ്ടല്ലോ പല വിഷയങ്ങളിൽ താരതമ്യം. ഉത്തർപ്രദേശ് പോലെ കേരളം കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള കർഷക ആത്മഹത്യകൾ ഉണ്ടാവുകയാണ്. എൻ്റെ ജില്ലയായ പത്തനംതിട്ട ജില്ലയിലടക്കം കഴിഞ്ഞ മാസമാണ് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതിലേക്ക് ഇവർ തള്ളിവിടുമ്പോൾ ഇവരൊരു ഒരു 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 ബോഗസ് പ്രോജക്റ്റ് ആയിട്ട് കേരളിനെ അവതരിപ്പിച്ചിട്ട് കേരളയിൽ നിന്ന് ഇവർക്ക് എത്രമാത്രം പിന്നാക്കം പോകേണ്ടി വന്നു. ഞാൻ ആ വിഷയം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. കാരണം ഞാനും അരുണും മാധുവും എല്ലാം ഒരുമിച്ചിരുന്ന ഒരുപാട് അത്തരത്തിലുള്ള ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച ചർച്ച നടന്നുമ്പോൾ തന്നെ ക്രമസമാധാന ചർച്ചയിലേക്ക് പോകണമെന്നുള്ള നിർബന്ധ ബുദ്ധി അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അങ്ങേക്ക് ആ കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് അരുൺകുമാറിന്റെ അഭിപ്രായം കൂടി തേടി ഈ ഒരു ഘട്ടം അവസാനിപ്പിക്കാം. ഞാൻ KSRTCയുടെ വിഷയത്തിലേക്ക് മാറിപ്പോകും. നമുക്ക് സമയവും അധികം 15 മിനിറ്റേ ഉള്ളൂ. KSRTCയുടെ ഞാനൊന്നും പറഞ്ഞു, എനിക്ക് പറയാനുണ്ട്. അരുൺ, KSRTC അങ്ങ് പറഞ്ഞു മറ്റു ഗവൺമെൻറ്റിൻ്റെ സമയത്തും കടത്തിലായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞു. കഴിഞ്ഞ 6 വർഷം കൊണ്ട് നിങ്ങളാണല്ലോ ഭരിക്കുന്നത്. ഈ 6 വർഷം കൊണ്ട് KSRTC നഷ്ടം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല KSRTCയിൽ പതിറ്റാണ്ടുകളായിട്ട് ഏറ്റവും ശക്തിയുള്ള യൂണിയൻ ഏതാ? ഈ KSRTCയെ ശക്തിപ്പെടുത്താനാണല്ലോ നിങ്ങൾ യൂണിയൻ ആരംഭിച്ചത്. ഇവിടെ തൊഴിലാളിയോട് കൂലി ചോദിക്കാൻ പഠിപ്പിച്ച തൊഴിലാളിയോട് കൂലി ചോദിക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനം ഏതാ? ഇപ്പോൾ KSRTCയിൽ CITU ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ചോദിക്കുന്നത് അമിത കൂലിയല്ല, അവർ ചെയ്ത ജോലിക്കുള്ള കൂലിയാണ്. അവരെ കൂലി ചോദിക്കാൻ പഠിപ്പിച്ച നിങ്ങളാണ്. അവരിന്ന് കൂലി ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ കൈമലർത്തി കാണിക്കുന്നു. നിങ്ങളുടെ മാനേജ്മെൻറ്റ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ യൗവന കാലഘട്ടത്തിൽ, അത് ഏതൊരു തൊഴിലാളിയായാലും അയാൾക്ക് യൂണിയൻ ഇല്ലെങ്കിലും അവരുടെ യൗവന കാലഘട്ടത്തിൽ മുഴുവനും തന്നെ അവരുടെ യൗവനം അർപ്പിച്ച ഒരു തൊഴിൽ മേഖലയിൽ നിന്നും
അവർ രോഗബാധിതരായി വീട്ടിലിരിക്കുമ്പോഴേക്കും ഒരു ഗവൺമെന്റിന് പണം കൊടുക്കാൻ വേണ്ടി, ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതു തരത്തിലുള്ള തൊഴിൽ സംസ്കാരമാണ്? നിങ്ങളിപ്പോൾ മറ്റൊരു തരത്തിലുള്ള ഒരു ഗിമ്മിക്ക് കാണിക്കുകയാണ്. സ്കൂളിൽ ഞങ്ങൾ ബസ് കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ബസ്സുകളൊക്കെ തന്നെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ ഓടാൻ വയ്യാത്തോട്ടല്ലേ ഈ ബസ്സുകളെല്ലാം ഒതുക്കിയിട്ടത്? ആ ബസ്സുകൾ കൊടുക്കുമ്പോൾ പുറകെ ഒരു ടാർപ്പോടെ കൊടുക്കണം മുകളിലേക്ക്. ഈ ബസ്സുകൾ ക്ലാസ് റൂമിൽ ഞങ്ങൾ സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിലാണ് നിങ്ങളുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ക്രമസമാധാനം കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഇവിടെ മെച്ചപ്പെട്ടത് തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം മാത്രമാണ്. ഇത്രത്തോളം കേരളത്തിൽ തീവ്രവാദ സംഘടനകൾ ശക്തിപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നിങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തിയ ജനക്ഷേമ പദ്ധതികൾ കുറേ കണക്കുകൾ പറഞ്ഞല്ലോ, അത് കൊടുത്തതുകൊണ്ട്, കിറ്റ് കൊടുത്തതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? ഒരു പരിധിവരെ കിറ്റൊക്കെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതിലപ്പുറം തീവ്രവാദ സംഘടനകൾക്ക് കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവരെ തുറന്നു വിട്ടുകൊടുത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു നിങ്ങളുടെ ഗവൺമെൻറ്, ഒരു പാർട്ടിയായിരുന്നു നിങ്ങളുടെ പാർട്ടി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ സാധിച്ചത്. കഴിഞ്ഞ 6 വർഷം ഞാൻ പറയട്ടെ, ഞാനത് പറയട്ടെ, ബ്രേക്കിലേക്ക് പോയിക്കോളൂ. ഞാൻ അല്ലല്ല, ഏറ്റവും കുറച്ച് സമയം ഇവിടെ സംസാരിച്ച ഞാനാണ്, ഇനി വിട്ടുകൊടുക്കാൻ പറ്റില്ല. അല്ലല്ല, താങ്കൾ നോക്കിക്കോളൂ, ചർച്ച കഴിഞ്ഞ് താങ്കൾ കണ്ടുപോക്കുക ആരെ ഏറ്റവും കുറച്ച് സംസാരിച്ചത്. ഞാൻ പൂർത്തിയാക്കാം. ഏറ്റവും കരുത്തുറ്റ, നിങ്ങളുടെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ കരുത്തുറ്റ ഒരു നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷേ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് ചോർന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി അധികാര തുടർച്ചയ്ക്ക് വേണ്ടി പലരുടെയും മുൻപിൽ അദ്ദേഹം അടിയറ വച്ചിരിക്കുന്നു. എന്ത് ക്രമസമാധാന ഞാൻ ചോദിക്കട്ടെ അരുണേ, പോലീസിൽ നിന്നും രഹസ്യ വിവരങ്ങൾ തീവ്രവാദ സംഘടനകൾക്ക് ചോർത്തി കൊടുത്തതിന്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടേണ്ടി വന്ന ഗവൺമെന്റില്ലേ നിങ്ങളുടെ ഗവൺമെന്റ്? ആ പോലീസ് സംവിധാനത്തെ ഗവൺമെന്റ് എന്ത് മെച്ചപ്രവർത്തനമാണ് നടത്തുന്നത്? സംഘടനകൾ നടത്തുന്ന അക്രമങ്ങളെ എങ്ങനെയാണ് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നത്? RSSും SDPയും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊലപ്പെടുത്തുന്ന 2 സംഭവ വികാസങ്ങൾ നമ്മൾ നേരിൽ കണ്ടു. ശ്രീ VV രാജേഷ് അതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിനെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മധു, പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോവിഡ് കാലത്ത് മാസങ്ങളോളം ബസ് സർവീസ് ഇല്ലാതിരുന്നു. അപ്പോൾ ഇൻകം 0ആണ്. എക്സ്പെൻഡിച്ചറിൽ, ശമ്പളവും പെൻഷനും മറ്റ് ചെലവുകളുമായി കൊടുക്കുന്ന എക്സ്പെൻഡിച്ചറിൽ 1 രൂപ പോലും കുറവ് വരുന്നില്ല. 1 രൂപ പോലും ഇൻകം ഇല്ലാതെ മാസങ്ങളോളം എക്സ്പെൻഡിച്ചർ മാത്രം മീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നിലവിലുള്ള കടബാധ്യത അതിലും ഇരട്ടിയായി മാറും. ആ സാഹചര്യമാണല്ലോ, അല്ലാതെ വലിയ പ്രത്യേകമായിട്ടുള്ള സാഹചര്യമല്ല, കോവിഡ് തന്നെയാണ് സാഹചര്യം. ആ സാഹചര്യത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് നടപ്പാക്കി മൊത്തത്തിലുള്ള KSRTCയുടെ ഒരു പൊളിച്ചെഴുത്ത് നടത്തണമെന്ന് തീരുമാനിച്ചത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ട്രേഡ് യൂണിയനെ തള്ളി പറയാൻ ശ്രീ രാഹുലിന് കഴിയും. കാരണം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 48 മണിക്കൂർ പണിമുടക്ക് നടത്തുമ്പോൾ CITയും INTUCയും എല്ലാം തോളോട് തോളം ചേർന്നാണ് നിന്നത്. പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഏറ്റവും കൃത്യമായി ഇടപെടുകയാണ് വേണ്ടത്. മറിച്ച് തൊഴിലാളി വർഗത്തെ തള്ളിപ്പറയുന്ന കോൺഗ്രസിന്റെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരം എന്നതുകൊണ്ട് ട്രേഡ് യൂണിയനുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും. 2, ഇവിടെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫലപ്രദമായ നടപടി സ്വീകരിക്കാതിരുന്നിട്ടുണ്ടോ? 12 കൊലപാതകങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചു. കൃത്യമായി പ്രതികളെ പിടിച്ച് മാതൃകാപരമായി ശിക്ഷിച്ചു. ഒരു പോലീസുകാരൻ വിവരങ്ങൾ ഒറ്റിക്കൊടുത്തു. മാതൃകാപരമായി നടപടി സ്വീകരിച്ച് സർവീസിൽ നിന്ന് മാറ്റി. അദ്ദേഹം ഇപ്പോഴും സർവീസിൽ തുടരുകയാണെങ്കിൽ നമുക്ക് പറയാം. ഞാനൊന്ന് സൂചിച്ചോട്ടെ, ഈ 1 വർഷത്തിനുള്ളിൽ ഈ കേരളത്തെ തേടിയെത്തിയ അവാർഡുകൾ ഞാൻ എതിർപ്പ് അവിടെ നിൽക്കട്ടെ. ഇല്ല, എനിക്ക് സമയം തന്നെ തീർച്ചയായും ശ്രീ അരുണേ, ഒറ്റ കാര്യം, പോലീസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇൻവെസ്റ്റിഗേഷൻ മാത്രമാണെന്ന് താങ്കൾക്കൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, താങ്കളുടെ മന്ത്രിക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ മാറ്റണം. കുറ്റം ഉണ്ടാകാതിരിക്കാനുള്ള സർവൈലൻസ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുന്നു. രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുമ്പോൾ മുഴുവൻ മാധ്യമങ്ങളും പ്രതിപക്ഷ ശബ്ദങ്ങളും ആധികാരികമായി പറഞ്ഞതാണ് ഇതിന് തിരിച്ചടി ഉണ്ടാകും. മറുപടി ഉണ്ടായോ? ഓക്കെ മധു, മനസ്സിലായി. ഒറ്റ മിനിറ്റ്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം 1ാമതെത്തി ഈ 1 കൊല്ലത്തിനിടയിൽ. നേരത്തെ ആയിരുന്നു, വീണ്ടും ആരോഗ്യ മേഖലയ്ക്ക് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം കിട്ടി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ. അതുപോലെ ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഇന്ത്യയിൽ കേരളം 2ാമതെത്തി. അല്ല, ഞാൻ പറയട്ടെ,
അവാർഡ് കിട്ടിയത് പറയുമ്പോ എന്താ നിങ്ങൾക്ക് ഇത്ര വിഷമം? അയ്യോ, എനിക്ക് ഒരു ഇന്ത്യയിൽ വിഷമവുമില്ല. നമ്മൾ 28 പറഞ്ഞു സംസ്ഥാനങ്ങളിൽ വന്നത് വെച്ച് continuation ഏറ്റവും മികച്ച പറഞ്ഞാണ്. സംസ്ഥാനം ഒന്നാമതെന്ന് പറഞ്ഞ് നിക്ക് അത് കയ്യിൽ വെച്ചാൽ മതി. മാധു, അത് കയ്യിൽ വെച്ചാൽ മതി. ഒന്നാമതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നു. കയ്യിൽ ആ വെക്കുന്ന ഒന്നാമത് ആളെ ഏതൊക്കെയാണെന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ അത്ര അസുഖം എന്താ? ഒരു ഞങ്ങൾ പറഞ്ഞോട്ടെ. അസ്വസ്ഥതയുമില്ല. അല്ല, ഇത്രയും നേരം നേട്ടങ്ങൾ അങ്ങനെ തന്നെ ആരോപണങ്ങൾ അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാണ് ഒരു ചർച്ച തുടങ്ങി. നോക്കൂ, ബുദ്ധിമുട്ടില്ല. നമ്മൾ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു, അതിനിടയിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധി ഒരു കാര്യം പറയുന്നു, അത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങ് പെട്ടെന്ന് സുസ്ഥിര വികസനത്തിൽ ഒന്നാമതാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ചാടി പോകുന്നത് ചൂണ്ടിക്കാണിക്കണ്ടേ? ഞാൻ ചാടിപ്പോവല്ല. ഒരു മിനിറ്റ്. ഇനി ആരോഗ്യരംഗത്ത് ഒരു ഇടപെടൽ നടത്തിക്കോട്ടെ. അദ്ദേഹം അതിൽ സ്കിപ്പായി പോയതുകൊണ്ട് ഒന്നാമതും ഈ കേരളം. എന്റെ സമയം കൂടെ അദ്ദേഹത്തിന് കൊടുത്തു. എന്താ നിങ്ങൾക്ക് ഇത്ര വിഷമം? ക്രമസമാധാന രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതാ കേരളം. ഒറ്റ വർഗീയ കലാപങ്ങൾ കഴിഞ്ഞ 6 വർഷമായി നടക്കാത്ത നാടായി കേരളം. നിങ്ങൾക്ക് പറയാമോ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായിരുന്നു? വർഗീയ കലാപം എന്താ നിങ്ങൾ? അല്ല, ഞാൻ പറയട്ടെ, എന്റെ സമയത്തിൽ മാത്രം എന്താ നിങ്ങൾ ഇത്ര ഇടപെടുന്നത്? വർഗീയ കലാപങ്ങൾ 6 വർഷമായി നടക്കാത്ത, അതുപോലെ തന്നെ ക്രമസമാധാന രംഗത്ത് ഒന്നാമതെത്തി മാറിയ സംസ്ഥാനമാണ് കേരളം. നിരവധി അവാർഡുകൾ ഞങ്ങൾക്ക് തരുന്നത് ഈ വി രാജേഷിന്റെ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. നിങ്ങൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് 20 സീറ്റിൽ നിന്ന് ഇപ്പൊ 24ലേക്ക് വന്നേ. ഞങ്ങൾ 100 തികയ്ക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും ആരോപണത്തിന് മറുപടി പറയാൻ അങ്ങേക്ക് ഒരു അവസരം നൽകിക്കൊണ്ടാണ് ഈ ഘട്ടം ഞാൻ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇവിടെ ജനാധിപത്യപരമല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവാർഡുകൾ കിട്ടുന്നത് അംഗീകരിച്ചുകൊണ്ടും ആർജവം തുറന്നു പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ടും ഒക്കെയാണ് ചർച്ച തുടങ്ങിയത്. പക്ഷേ ഒരു കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. അത് ചെയ്തു എന്നേ ഉള്ളൂ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പ്രതിപക്ഷം ഇത്രയേറെ ആരോപണം ഉന്നയിക്കുമ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാകെ സർക്കാർ ഇന്നതാണോ ചെയ്തത്, ഇന്നതാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ജനസമക്ഷം പറയാനുള്ള ആർജവം സർക്കാർ കാണിക്കുന്നുണ്ട്. അതിനെ ആർജവം എന്നല്ല, നമുക്ക് നാണമില്ലായ്മ എന്നാണ് പറയുന്നത്. കാരണം ഇത്രയേറെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഞങ്ങൾ അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ശ്രീ അരുൺകുമാർ, അദ്ദേഹത്തോട് നമ്മൾ പല വിഷയങ്ങൾ പറയുന്നു. അദ്ദേഹം ഈ കരയിലേക്ക് പിടിച്ചിട്ട മീനിനെ പോലെ അങ്ങ് വഴുതി മാറുകയാണ് ഓരോ വിഷയത്തിൽ നിന്നും. അതിലൊക്കെ എനിക്ക് മറുപടിയുണ്ട്. KSRTCയെ പറ്റി പറഞ്ഞു, അദ്ദേഹം തർക്കം ഉന്നയിച്ചു, അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ മിണ്ടിയിട്ടില്ല. 6.20 ലക്ഷം രൂപ പ്രതിദിന കളക്ഷനിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ സ്ഥാനം ഒഴിയുന്നത്. ആ 200 കോടിയിലേക്ക് എത്തിച്ചിരുന്ന കടം അത് പിന്നീട് റൈറ്റ് ഓഫ് ചെയ്തിട്ട് KSRTCക്ക് പിന്നീട് ആവശ്യം വന്നാൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകളുടെ കൺസോർഷ്യം. താങ്കളുടെ അവസരത്തിൽ പറ, 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 താങ്കളുടെ അവസരത്തിൽ പറ. ഞാൻ അനുവദിക്കില്ല, ഞാൻ അനുവദിക്കില്ല, അല്ല ഞാൻ അനുവദിക്കില്ല. മാധു അടക്കം ഇടപെട്ടു. നിങ്ങൾ രണ്ടുപേരും ഈ ചർച്ചയിൽ പെരുമാറിയത് അല്ല, ഞാൻ പറയാം. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ അവസരം. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞു, താങ്കളുടെ അവസരത്തിൽ പറഞ്ഞു. ഞാൻ 1-2 വിഷയങ്ങൾ പറഞ്ഞു. താങ്കൾക്കാണ് അവസാന അവസരം. താങ്കൾ പറഞ്ഞു. അടുത്തത് ഞാൻ തൊഴിൽ മേഖലയെ പറ്റി, അതെ, തൊഴിൽ മേഖലയിൽ CIT ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റി പറഞ്ഞപ്പോ CIT ഉണ്ടാകുന്നത് പറയൂ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. അതായത് താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. ഒറ്റ നിമിഷം. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. മാധു അനുവദിക്കില്ല, മാധു അനുവദിക്കില്ല, അദ്ദേഹം അനുവദിച്ചിരുന്നില്ല, ഞാനും അനുവദിക്കില്ല. ഞാൻ പറയട്ടെ. അപ്പൊ KSRTC പിന്നെ തൊഴിലാളി വിഷയത്തെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തൊഴിൽ വിഷയങ്ങളിൽ ഞാൻ തൊഴിലാളി സംഘടനകളെ തള്ളി പറഞ്ഞു. ഞാൻ തൊഴിലാളി സംഘടനകളെ എല്ലാം തള്ളി പറഞ്ഞിട്ടില്ല, CIT-നെ മാത്രമാണ് തള്ളി പറഞ്ഞത്. അവർ കുഴപ്പം കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വകുപ്പ് മന്ത്രിയെ പറയുന്നത്. എന്റെ അഭിപ്രായമല്ല. KSCB-യുടെയും KSRTC-യുടെയും വകുപ്പ് മന്ത്രിമാരുടെ പത്രസമ്മേളനങ്ങൾ താങ്കൾ എടുത്ത് നോക്കിയാൽ മതി. ഇനി ആ വിഷയം കഴിഞ്ഞു. ഇനി വിദ്യാഭ്യാസ രംഗത്ത് സുസ്ഥിരമായിട്ടുള്ളൊരു ഒരു ഗ്രഹപാഠം നടത്തിയിരിക്കുന്നു ഞങ്ങളുടെ സർക്കാർ. ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പുരോഗതി സർക്കാർ പറയുന്ന പുരോഗതി കൈവരിക്കുന്നത് ഏത് മേഖലയിലൂടെയാണ്? സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലൂടെയല്ലേ? ഞാൻ പറയട്ടെ. ഇനി ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്ത്, ആരോഗ്യ മേഖലയിലാണ് 1-ാം സ്ഥാനത്ത് ഞങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയാൽ മതി. ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്ന മാതൃക ഏതാ? കോവിഡിന്റെ മാതൃകയായിരുന്നു. ആ കോവിഡ് മാതൃകയുടെ പ്രശ്നം എന്താ? ഞാൻ പറയട്ടെ, വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരം കേരളത്തിന്റെ ആരോഗ്യരംഗം 1-ാം സ്ഥാനത്താണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് അതിനെ വിശ്വസിക്കുന്നില്ല? നോക്കൂ,
ഇന്ത്യയുടെ കേരളത്തിന്റെ ആരോഗ്യ രംഗം ഇന്ത്യയുടെ ഒന്നാം ആരോഗ്യ സ്ഥാനത്താണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ലോകത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിക്കുന്നത് അത് ഒരു സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ പോകേണ്ടത് എന്റെ ഒരാളുടെ പൊന്നു വ്യക്തിപരമായ ബാബു, തീരുമാനമാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതിൽ അദ്ദേഹം നമ്മൾ അഭിപ്രായ കേരളത്തിന്റെ വ്യത്യാസം അല്ല പ്രകടിപ്പിച്ചിട്ട് അതെങ്ങനെ വ്യക്തിപരമാകുന്നത്? അതെങ്ങനെ വ്യക്തിപരമാകുന്നത്? എനിക്കതിനകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്താൻ കഴിയില്ലേ? കേരളത്തിന്റെ ആരോഗ്യരംഗം ഒന്നാം സ്ഥാനത്താണെങ്കിൽ എന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആ ആരോഗ്യ രംഗത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ട് എനിക്ക് ആ ചോദ്യം ചോദിക്കാമല്ലോ? എനിക്ക് ആ ചോദ്യം ചോദിച്ചുകൂടായോ? കേരളത്തിന്റെ ആരോഗ്യരംഗം ഈ നാട്ടിലെ പാവപ്പെട്ടവനും കൂലി തൊഴിലാളിക്കും കർഷക തൊഴിലാളിക്കും കശുവണ്ടി തൊഴിലാളിക്കും മാത്രമുള്ളതാണോ കേരളത്തിന്റെ ആരോഗ്യരംഗം? മുഖ്യമന്ത്രി കൂടി ആ ആരോഗ്യരംഗത്തെ ഡിപ്പെൻഡ് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഓർത്തഡോക്സ് സഭയുടെ അലമ്പുണ്ടാക്കുക, അവസാനത്തെ 15 മിനിറ്റ് അലമ്പുണ്ടാക്കുക. ഇത്തരം ചർച്ചകളിൽ വന്ന് ഇത്തരത്തിലുള്ള പൊതുശല്യത്തെ പങ്കെടുപ്പിക്കരുത്. ഓരോ ചർച്ചയിലും അവസാനത്തെ 15 മിനിറ്റ് അലമ്പുണ്ടാക്കിയാണ് അദ്ദേഹത്തിന്റെ പണി. അലമ്പുണ്ടാക്കി അവസാനത്തെ 15 മിനിറ്റ് ഏത് ചാനലിലായാലും ഒരാളെ കൊണ്ട് പറയാൻ അനുവദിക്കില്ല. ഞാൻ കൃത്യമായി പറഞ്ഞത് ഒരു നുണയും പറയുന്നത് പച്ചയായ ഇതല്ല ആരോഗ്യകരമായ ചർച്ച. ഞാൻ അവസാനിപ്പിക്കുന്നു. സർക്കാർ 2ാം വർഷത്തിലേക്ക് പോവുകയാണ്. ജനം വിലയിരുത്തട്ടെ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലം മാറ്റുരയ്ക്കലാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തൃക്കാക്കരയും മാറ്റുരയ്ക്കട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.